ഹലോ ഗായ്സ്, അപ്പം ഇന്ന് എമീനെയും കൂട്ടി അപ്പോളോ സർക്കസ് കാണാൻ വന്നതാണ് കോഴിക്കോട് ബീച്ചിൽ ഗായ്സ്. അപ്പം എന്താ പറയുക, ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണ് എടുത്തത്. അതായത് 150 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഫസ്റ്റ് ക്ലാസ്സിന്. പിന്നെ 200, 400 അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 7 മണീൻ്റെ ഷോയ്ക്കാട്ടോ വന്ന് കയറിയത്. അപ്പോൾ അതാ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ നല്ലൊരു മാരേജ് വീട് പോലെ തന്നെ നന്നായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് രാത്രി പോകണമാണ് എനിക്ക് തോന്നുന്നു നല്ലതെന്ന്. കാരണം എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എമീനെയും കുട്ടിയാണ് ഞാൻ പോകുന്നത് ഗായ്സ്. അപ്പോൾ അതാ ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ട് എന്നാലും എല്ലാവരും ഇങ്ങനെ എത്തി തുടങ്ങുന്നുള്ളൂ. അപ്പം നജ, മുത്തു, ഞാൻ, ഉമ്മ, എമിക്കുട്ടിയൊക്കെയാണ് പോയത് ഗായ്സ്. അപ്പോൾ എമിക്കുട്ടീനെയും കൊണ്ട് ഫസ്റ്റ് ടൈമാണ് പോണത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് സർക്കസ് ഇവിടെ വരുന്നത് ഗായ്സ്, ഞാൻ കാണാൻ പോകുന്നതും. അപ്പം ജംബോ സർക്കസാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് കുറച്ച് ഭയങ്കരമാണ്. അപ്പം എമ്മി കുറേ നേരമൊന്നും ഇരിക്കൂല, കുറച്ച് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. കാരണം ലേറ്റ് ആയല്ലോ തുടങ്ങിയിട്ട്. അപ്പോൾ സൗണ്ട് കാര്യങ്ങളൊക്കെ വന്നാൽ റെഡിയാവും. അപ്പോൾ അതാ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് സർക്കസ്. അപ്പം മുകളിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കണം. എന്താ വെച്ചാൽ ഒന്നല്ല, നമ്മുടെ ആ ഊഞ്ഞാലയിൽ ഇങ്ങനെ ആടുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നേരിട്ട് കാണണം. കാരണം നെഞ്ചിടിച്ചു പോകും. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒരാളല്ലാണ്ട് 2 ആളെ വെച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ എൻ്റെ അമ്മോ അടിപൊളിയാണ്. അത് ജോക്കറാട്ടോ ഇപ്പോൾ വീണത്. കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എമ്മി അതൊക്കെ നോക്കാം. പിന്നെ ഈ ഒരാളെ അടിപൊളി എന്താ പറയുക, ഈ കുപ്പി കൊണ്ടും കാര്യങ്ങളുകൊണ്ടും നല്ലതായിരുന്നു. പിന്നെ ഇത് അവരുടെ എൻട്രി ആണ്. ഫുള്ള് എല്ലാവരും കുറച്ച് എൻട്രി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ഇങ്ങനെ ഒരു ഇവരുടെ ഒരു കപ്പിൾസിൻ്റെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ മൂപ്പര് ഒരു 2 കൈ കൊണ്ടാണ് ബോൾ ഇങ്ങനെ കറക്കുന്നത്. ഒരു കൈ കൊണ്ട് തന്നെ മനുഷ്യനിവിടെ കയ്യിൽ. അതിനിടയിൽ എമ്മി ഐസ്ക്രീം തിന്നുന്നു, ലേസ് തിന്നുന്നു, പോപ്കോൺ തിന്നുന്നു. അങ്ങനെയൊക്കെ ഈ കഴിക്കുന്നതിനോണ്ടാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ഉള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ അങ്ങനെ എന്താ പറയുക, ഒരു വാള് പോലെ കുറച്ചെണ്ണം കുത്തിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ കയറി നിൽക്കണം. ഓഫ് അടിപൊളിയായിരുന്നു. ഇതൊക്കെ നമുക്ക് നെഞ്ചൊക്കെ ഇങ്ങനെ കാളുമോ, അടിപൊളിയായിരുന്നു. പിന്നെ ഇത് കുറച്ച് ലൈറ്റനിങ്ങിൻ്റെ ഒക്കെ ആയിട്ട് എല്ലാതും ഒന്നിനൊന്നും മെച്ചാണ്. കാരണം അവരുടെ ഇത് മണിപ്പൂരി ബോയ്സിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് എനിക്കിഷ്ടമാണ്. കാരണം ഡാൻസാണ് കുറച്ചുള്ളത്. അതിലൂടെയാണ് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഇതും അതുപോലെ തന്നെ ഇവരുടെ ഒരു സൈക്ലിങ്ങിൻ്റെ ഉണ്ടായിരുന്നു. അടിപൊളി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായിരുന്നു. പിന്നെ അതാ ഇങ്ങനെ സ്കൂട്ടറിൻ്റെ എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. 3 ആൾക്കാർ വെച്ചിട്ടാണ് അവരിങ്ങനെ അതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല സ്പീഡായി. എമ്മി കുറച്ചൊക്കെ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്, സൗണ്ട് കേട്ടിട്ട്. അതാണ് ഇങ്ങനെ ആക്കുന്നത്. പിന്നെ കുറച്ച് ഇറങ്ങി നടക്കാനൊക്കെ തുടങ്ങി കുറേ നേരം. പിന്നെ ഓരോന്ന് എനിക്കിഷ്ടപ്പെടുന്ന സാധനം വരുമ്പോൾ മാത്രം എമ്മി ഭയങ്കര ഉഷാറാണ്. പിന്നെ ഇത് ഫയർ ഇല്ലാത്തൊരു സർക്കസ് ഇല്ലല്ലോ ഗൈസ്, ഇത് അടിപൊളിയായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടിട്ട് എമ്മി വണ്ടർ അടിച്ചിരിക്കുകയാണ് ഗൈസ്. പിന്നെ കുറേ നേരമൊക്കെ അന്ത വിട്ടിരിക്കുന്ന കണ്ടീനു. പിന്നെ കുറച്ച് നേരമൊക്കെ വേറെ ആരോടൊക്കെ ഓള് സംസാരിച്ചിരിക്കുന്ന കണ്ടീനു ഗൈസ്. പിന്നെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്തായാലും വലിയ കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കാണല്ലേ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.